യെസ്, നമുക്കിനി അടുത്ത മോഡ്യൂളിലേക്ക് പോകാം. അടുത്ത മോഡ്യൂളിൽ ഡിസൈൻ യുവർ സെൽഫിൻ്റെ അടുത്ത മോഡ്യൂളിലേക്ക് വരികയാണ്. അടുത്ത മോഡ്യൂൾ ഇതാണ്, അപ്ഗ്രേഡ് യുവർ സെൽഫ്. അതായത് നമ്മളിന്ന് അപ്ഗ്രേഡ് ചെയ്യണം വേണ്ടേ. അതായത് നമുക്കറിയാം, സമകാലികമായിട്ട് എല്ലാ കാര്യങ്ങളെയും കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ പറയുന്നത് അപ്ഗ്രേഡ് ചെയ്യാന്ന്. അപ്പോൾ എന്താണ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ സംഭവിക്കേണ്ടത് എന്നാണ്. അപ്ഗ്രേഡ് ചെയ്യാൻ ചില എന്തർത്ഥം, ഈ കാലഘട്ടത്തിലേക്ക് നമ്മളെ ഒന്ന് കൊണ്ടുവരിക. ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിന് ചില മാറ്റങ്ങൾ നമ്മളിൽ വരുത്തണം. നമ്മുടെ മൊത്തം ആക്ടിവിറ്റിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അതല്ലെങ്കിൽ നമ്മൾ പഴയ തന്നെ നിൽക്കുള്ളൂ. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ എക്സാമ്പിളൊക്കെ ആയിട്ട് നോക്കിയ പോലുള്ള ഫോണൊക്കെ ഉണ്ട്. അതായത് ഒരു 84% മാർക്കറ്റ് ഷെയർ 2003 ഉണ്ടായിരുന്ന നോക്കിയ എന്ന ഫോൺ ഇന്ന് 1% പോലും ആകാൻ പറ്റുന്നില്ല. അതിന് റീസൺ പറയുന്ന ഒരൊറ്റ കാര്യമാണ്, ആ കാലത്തിനനുസരിച്ച് അവർ അപ്ഗ്രേഡ് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്കും കാലത്തിനനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡഡ് അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാലത്തിനനുസരിച്ച് ഉയരാൻ പറ്റില്ല. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അതിന് 4 സ്റ്റെപ്പുകളാണ് പറയാം. വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന 4 സ്റ്റെപ്പുകൾ. അല്ലെങ്കിൽ നമുക്ക് പറയാം, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്യാനാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എലിമിനേറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കളയണം. അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിലുണ്ടാക്കാം. പൂർണ്ണമായിട്ടും ഒഴിക്കുക. അതായത് ഇനി അത് ചെയ്യാനേ പാടില്ല, അത്തരത്തിൽ കാര്യം ഉണ്ടാവും. ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം, ഡിലീറ്റ് ചെയ്ത് കളയേണ്ട ഒരു എക്സാമ്പിൾ. ഇപ്പോൾ നമ്മൾ യൂഷ്വലി ഉള്ളൊരു പ്രാക്ടീസാണ്. അപ്പോൾ ഇതിനെ ഞാൻ പറയാം, ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറയും. ഇത് ഇങ്ങനെ പറയാം, സ്ത്രീകൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയണമെന്നില്ല. എന്നാലും നമ്മൾ ഈ പാലക്കാട് ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ തൃശ്ശൂരിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ഈ വീടിനകത്ത് ഈ കർക്കിടക മാസമാകുമ്പോൾ വീടിനെയൊക്കെ തൂത്തുവാരി, എല്ലാ മൂലകളെയൊക്കെ തൂത്തുവാരിയിട്ട് ആ വേസ്റ്റിനൊക്കെ പറക്കിയിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ട് വെളിയിൽ കളഞ്ഞിട്ട് കുളിച്ച് സ്ത്രീകൾ വീട്ടിൽ വരും. ആ പ്രോസസ്സിനെയാണ് പറയുന്നത്, എന്താ പറയുക, അതിനെ ചേറ്റ കളയുന്നോ പൊട്ടിയ കളയുന്നൊക്കെയാണ് പറയുക. ഇത് ഞാൻ മനസ്സിലാക്കാൻ എളുപ്പമാണ്, മനസ്സിലാക്കാൻ എളുപ്പമായിട്ട് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ചില കാര്യങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ടും എടുത്ത് കളയണം. അതായത് അത് ക്ലീനാക്കി ഇടണം. ആ ക്ലീനാക്കുന്ന പ്രോസസ്സിൽ മറ്റൊരു എക്സാമ്പിളാണ്, ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത കുറേ ഷൂസൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാനൊക്കെ പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിൻ്റെ കയ്യിലുള്ള എല്ലാ സാരികളുണ്ട്. ആ സാരികളൊക്കെ എടുത്ത് നമ്മൾ അവളെ ഒന്ന് പൊതിഞ്ഞു വയ്ക്കുകയാണെങ്കിൽ അവൾ 5000 വർഷം ഇരിക്കുമെന്ന് ഞാൻ പറയും. കാര്യം എന്താ പറയുക, മമ്മി പോലെ ഇരിക്കും. എന്താ കാര്യം എന്നറിയോ, കുറേ അന്ന് സാരി എടുത്ത അന്ന് മുതലുള്ള സാരികൾ 4-5 എന്താ പറയുക കബോർഡ്സിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയാം, ആവശ്യമില്ലെങ്കിൽ ഒന്ന് എടുത്ത് കളയും. അല്ലല്ല, ഇതെൻ്റെ അന്നത്തെ സാരിയാണ്, ഇത് ഇന്ന സാരിയാണ്. ഈ സാരികളൊക്കെ എടുത്ത് വെച്ചേക്കാണ്. ഇത് നമ്മുടെ ആവശ്യത്തിന് അല്ല എന്നുണ്ടെങ്കിൽ അതിനെ എടുത്ത് കളയണം. അതായത് എടുത്ത് കളഞ്ഞ് അതൊന്ന് ഫ്രഷ് ആക്കുക, ആ കബോർഡിനെ ഒന്ന് ഫ്രീ ആക്കുക. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പം വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു മിക്സിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഐറ്റം വീട്ടിലേക്ക് വാങ്ങിച്ചു എന്ന് കരുതുക. ഒരു മിക്സി തന്നെ ആയിക്കോട്ടെ. മിക്സി വാങ്ങിക്കഴിഞ്ഞാൽ ആ മിക്സി അടുക്കളയിൽ വെച്ച് കഴിഞ്ഞാൽ ഉടനടി ആ മിക്സി കൊണ്ടുവന്ന കവറും ആ തെർമോക്കോളും നമ്മൾ അടുക്കളയുടെ റാക്കിലേക്ക് വെക്കും. എന്താ പറയണമെന്നറിയോ, ഇത് കേട് വരുമ്പോൾ കൊണ്ടുപോകാനാണ്. നോക്കിക്കേ, ആ റാക്കിൽ 4-5 വർഷം അതിരിക്കും. അത് തന്നെ അവിടെ നിന്ന് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ മിക്സി കേടുവരണം. അപ്പോൾ മിക്സി ആഗ്രഹിക്കേണ്ടത് അല്ലെങ്കിൽ തെർമോക്കോൾ ആഗ്രഹിക്കേണ്ടതൊന്ന് കേടുവരണേ, എന്നാൽ അതിനൊന്ന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആവശ്യമില്ലാത്ത സാധനത്തിനെ നമ്മുടെ റാക്കിൽ വയ്ക്കും. ഇന്നിപ്പം അടുക്കള പണിയുമ്പോൾ റാക്ക് പണിയുന്നില്ല, കാരണം ഈ സാധനങ്ങൾ കയറുന്നുള്ളത്. ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള തിങ്സിനെ നമ്മൾ എടുത്തു കളയണം. ഫിസിക്കലി ആകാം, മെൻ്റലി ആകാം. അതിനെ എടുത്തു കളയുക. ആ എടുത്തു കളയുന്ന പ്രോസസ്സ് നമ്മൾ ഈ 21 മോഡ്യൂളിനകത്തും അവിടെ ഇവിടെയും പറയുന്നുണ്ടാകും. ആ എന്തൊക്കെ കളയണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ ബുക്കിനകത്ത് നോട്ട് ചെയ്യുക. വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെ ഒഴിവാക്കണം എന്നതിനെ കണ്ടിട്ട് ആ ഒഴിവാക്കുന്ന ഒരു ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇന്നൊരു കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കും, എൻ്റെ സമയത്തിനെ കളയുന്ന കാര്യങ്ങളെ ഞാൻ ഒഴിവാക്കും, എൻ്റെ ടൈം കില്ലേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ഒഴിവാക്കും. അതിനു വേണ്ടി എന്തൊക്കെ ഒഴിവാക്കാൻ പറ്റും എന്നതിനെ മുഴുവനായിട്ട് എടുത്ത് കളയുന്നതിനെയാണ് പറയുന്നത് എലിമിനേറ്റ്. അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്പർ 1 എലിമിനേറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് റെഡ്യൂസ് ചെയ്യുക. അതായത് മുഴുവനായിട്ടും കളയാതെ ചിലതിനെ നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും. അതായത് ആലോചിച്ച് നോക്കിക്കോളൂ. ഇപ്പം ഇത് ലേഡീസിനാണ് പറയുന്നത്. നമ്മളൊരു ഫോൺ ആക്ടിവിറ്റിയിൽ വരുമ്പോൾ നമ്മളൊരാളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണെങ്കിലും ഫ്രണ്ട് സംസാരിക്കുകയാണെങ്കിൽ അത് ചിലപ്പം കുറേ നേരം സംസാരിച്ച് പോകുന്നുണ്ടായിരിക്കും. സാധാരണ പറയും ഇങ്ങനെയാണ്,
2 മിനിറ്റിനകത്ത് നമുക്ക് പറയാനുള്ള മെസ്സേജ് കൺവേ ചെയ്തിട്ടുണ്ടാവും. 2 മിനിറ്റ് എടുക്കുകയുള്ളൂ കൺവേ ചെയ്യാനായിട്ട്. ഇപ്പോൾ 2-ൽ കൂടുതൽ മിനിറ്റ് നമ്മൾ കൺവേ ചെയ്യാൻ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നോൺ സെൻസ് സംസാരിക്കുന്നുണ്ട്. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ് സമയം കളയുന്നുണ്ട് എന്നതിനെയാണ് പറയുന്നത് ഡെയിലി റിഡ്യൂസ് ചെയ്യാൻ പറയുന്നത്. അതായത് വെറുതെ അൺവാണ്ടഡ് തിങ്സിനെ പറഞ്ഞ് നമ്മുടെ സമയത്തിനെ കില്ല് ചെയ്യാതിരിക്കാനായിട്ട് കുറച്ചുകൂടെ സ്പെസിഫിക് ആവുക. പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ എൻഡ് ചെയ്യിപ്പിക്കുക, അത് അവസാനിപ്പിച്ചിട്ട് അതിൽ നിന്ന് പോരുക. അതാണ് ഈ റിഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അത് 2 പറഞ്ഞു. ഒന്ന് പറഞ്ഞത് എലിമിനേറ്റ് ചെയ്യുക, രണ്ടാമത് പറഞ്ഞു റിഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു, മൂന്നാമത്തത് ഇൻക്രീസ് ചെയ്യുക. അതായത് ചില കാര്യങ്ങളെ നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ചെയ്തിരുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി കൂട്ടേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പത്രം വായിക്കുന്ന എക്സാമ്പിളാണ് പറയുന്നത് കേട്ടോ. പത്രം വായിക്കുന്നുണ്ടാകും. പത്രം വായിക്കുമ്പോൾ ജസ്റ്റ് ഹെഡിങ് ഒന്ന് വായിച്ചു പോകുന്നു. അപ്പോൾ നമുക്കിത് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേണമെങ്കിൽ കുറച്ചും കൂടെ ഡെപ്തിലേക്ക് അത് ന്യൂസ് ഒന്ന് വായിക്കാം. ഇനി ന്യൂസ് കാണുന്ന പ്രകൃതി നമുക്കില്ല എന്നുണ്ടെങ്കിൽ ന്യൂസ് വായിക്കുന്നൊരു ഹാബിറ്റ് നമുക്ക് കേൾക്കുന്ന ഹാബിറ്റ് ഒന്ന് ആഡ് ചെയ്യാം. അങ്ങനെ നോളേജിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് വായിക്കുന്ന ആക്ടിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ബുക്ക് വായിക്കുന്ന ഒരു ആക്ടിവിറ്റിയിലേക്ക് ഒന്ന് ഇൻവോൾവ് ആവാം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് ഇൻക്രീസ് ചെയ്യുക. അത് നമ്മുടെ അപ്ഗ്രഡേഷന് വേണ്ടി അനുയോജ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലതിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യണം. അതാണ് 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചിലതിനെ പുതിയതായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. അതായത് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഫിസിക്കൽ വെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എക്സർസൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, പക്ഷേ വയസ്സ് നമുക്ക് 40-ൻ്റെ അടുത്തെത്തി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സർസൈസിലേക്ക് വരാം. അതായത് ജിമ്മിന് പോകാം, അല്ലെങ്കിൽ വീട്ടിലൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? അതായത് ഒരു ആക്ടിവിറ്റി നമ്മൾ അഡീഷണലി ആഡ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ 18 വയസ്സിൽ അത് വേണ്ടിയിരുന്നില്ല, പക്ഷേ ഇപ്പം അത് ബോഡിക്ക് ആവശ്യമാണ്. ഫിസിക്കൽ ബോഡിക്ക് ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ ആ ആക്ടിവിറ്റി ആഡ് ചെയ്യുന്നു. അതായത് 4 കാര്യങ്ങളാണ് പറഞ്ഞ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ദ ഫസ്റ്റ് തിങ്, എലിമിനേറ്റ് ചെയ്യുക. ചില കാര്യങ്ങളെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ എന്താണെന്ന് ലീസ്റ്റ് ഔട്ട് ചെയ്യുക. ഒന്ന് ഇത് കേട്ടതിന് ശേഷം ഒന്ന് ഇരുന്നിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടത് എന്ന് നോക്കുക. ആ എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി എന്തൊക്കെ ലീസ്റ്റ് ഔട്ട് ചെയ്യുക, അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക. രണ്ടാമത്തത്, എന്തിനൊക്കെ റെഡ്യൂസ് ചെയ്യണം. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഞാൻ കുറച്ച് അൺവാണ്ടഡ് ടോക്കുണ്ട്, അതിൻ്റെ കാര്യമില്ല. അല്ലെങ്കിൽ കുറച്ച് ബന്ധങ്ങൾ നമുക്ക് ആവശ്യമുള്ളതല്ല, അത് കളയുക. അങ്ങനെ കുറച്ച് എന്തെങ്കിലും കുറേ കാര്യങ്ങൾ വെറുതെ സംസാരിച്ച് സമയം കളയുന്നുണ്ട്, അത് കളയാം. അങ്ങനെ എന്തൊക്കെ റെഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുക, അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഇൻക്രീസ് ചെയ്യുക. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വ്യാപ്തി വർദ്ധിപ്പിക്കുക. നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടി ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ വ്യാപ്തിയെ വർദ്ധിപ്പിക്കുക എന്നതാണ് ഇൻക്രീസ്. ഇനി ലാസ്റ്റ് വന്നത് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ പുതിയതായിട്ട് കൊണ്ടുവരിക. ഇതുവരെ ചെയ്യുന്നില്ല, പക്ഷെ കൊണ്ടുവരികയാണ്. ഇങ്ങനെ 4 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ടൂള് കൃത്യമായി എന്ന് വിശ്വസിക്കുന്നു. ഇത് കേട്ട് പോകലല്ലാതെ ഒരു ബുക്ക് എടുക്കുക. ഇത് ഇപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഈ ബുക്കിനകത്ത് എഴുതി വയ്ക്കുക. ഇതിൻ്റെ പേര് അപ്ഗ്രേഡ് യുവർ സെൽഫ് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്? 4 പോയിന്റുകൾ എഴുതുക. ഈ 4 പോയിന്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, എന്താണ് ഞാൻ റെഡ്യൂസ് ചെയ്യേണ്ടത്, എന്താണ് ഇൻക്രീസ് ചെയ്യേണ്ടത്, അത് എഴുതി പോകുക. ഈ ബുക്ക് നിങ്ങളുടെ വിഷൻ ബുക്കായിട്ട് ക്യാരി ചെയ്യാം. ബുക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് മോഡ്യൂളിലേക്ക് വരുന്നതിൻ്റെ എല്ലാ മോഡ്യൂളും കേട്ടതിന് ശേഷം അതിൽ നിങ്ങൾ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് നോട്ട് ചെയ്യുക. അതും അപ്ഗ്രഡേഷൻ്റെ ഭാഗമാണ്. പുതിയൊരു സാധനം ക്രിയേറ്റ് ആവുകയാണ്. അതൊരു ജേണൽ പോലെ കൊണ്ടുവരണം. അതിലേക്ക് നമ്മൾ വരാം. ഇത് കൃത്യമായി വിചാരിക്കുന്നു. മൈ ജയപ്രകാശ് ബാലൻ നിങ്ങൾക്കറിയാവുന്ന ആളാണ്. തീർച്ചയായിട്ടും അടുത്ത ലെവലിലേക്ക് വരിക. ഇത് നന്നായി കേൾക്കുക, റെസ്റ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു 1 hour എങ്കിലും നിങ്ങൾ ഇതുമായിട്ടൊന്ന് ഇരിക്കുക. ആ 1 hour ഇരിക്കുമ്പോൾ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടുള്ള എന്താ കാര്യം എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാക്കണം. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്കൊരു അപ്ഗ്രഡേഷൻ വരും. അത് നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കും. റെഡി? അടുത്ത ലെസൺ വരുന്നവരേക്കും താങ്ക് യു വെരി മച്ച്. റെഡിയാ?